ഈശ്വരനാത്മാവിൽ വാസമായാൽ അന്ധതയാകെ ഇല്ലാതെയാകും. ഈശ്വരനാത്മാവിൽ വാസമായാൽ അന്ധതയാകെ ഇല്ലാതെയാകും. ബന്ധുവാവീശ്വരൻ അന്തരംഗേ വാസം ചെയ്തിടുവാൻ പ്രാർത്ഥിക്കുക. ബന്ധുവാമീശ്വരൻ അന്തരംഗേ വാസം ചെയ്തിടുവാൻ പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ സുഖം നൽകിടുവാൻ ആത്മനാഥനല്ലാതാരുമില്ല. ആത്മാവിന്റെ സുഖം നൽകിടുവാൻ ആത്മനാഥനല്ലാതാരുമില്ല. ആർത്തിയോടെ വരും പ്രാർത്ഥിക്കുമ്പോൾ ആത്മനാഥനുള്ളിൽ വാസമാകും. ആർത്തിയോടെ വരും പ്രാർത്ഥിക്കുമ്പോൾ ആത്മനാഥനുള്ളിൽ വാസമാകും. മാറാത്ത ബാധകൾ മാറിപ്പോകൂ, തീരാത്ത ദോഷങ്ങൾ. കരുണാനിധേ എൻ്റെ കരുണാനിധേ അങ്ങേ കരുണയാണെൻ്റെ ജന്മം. കരുണാനിധേ കരുണാനിധേ അങ്ങേ നിയമങ്ങളാകുന്നു ഏഴയാമെൻ്റെ കർമ്മം. നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഈശ്വരൻ സമ്പൂർണ്ണ സൃഷ്ടിക്ക് സമ്പൂർണ്ണ മോക്ഷത്തെ ദാനം ചെയ്യുവാൻ തിരുവവതാരമായി വന്ന ശുഭാനന്ദ അവതാര വാഴ്ച കാണുവാൻ പരമഭാഗ്യം ലഭിച്ച പൊന്നോമന സന്താനങ്ങളെ, വീണ്ടും ഇപ്രകാരം ഒരു ഞായറാഴ്ച ഒത്തുചേർന്ന് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും ദൈവമൊരുക്കിയ ഈ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരാധന ആരംഭിക്കാം. ഉന്നതമായ ഒരു ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. ഉന്നതം എന്ന് പറയുമ്പോൾ ഒരു സമാധി സംഭവിച്ചത് ഉന്നതമാണ് എന്നല്ല, സമാധി സംഭവിച്ചത് നമുക്ക് ദുഃഖദിനമാണ്. എന്നാൽ അതിൽ ആ അറിവിൽ കൂടി പങ്കെടുക്കുകയും നന്ദിയോടുകൂടി അത് ഓർക്കുകയും ചെയ്തപ്പോൾ ഉന്നത ലോകങ്ങളിലേക്ക് അതിൽ പങ്കെടുത്തവർക്കെല്ലാം ഒരു ഉയർച്ചയുണ്ടായി. അതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ഉന്നത ലോകങ്ങളിലേക്ക് ഒരു ഉയർച്ച, ഈ കർമ്മങ്ങൾ എൻ്റെ ഗുരു അറിയിച്ച അറിവിൻ പ്രകാരമുള്ള നിയമങ്ങളാണിതെല്ലാം എന്നുള്ള ശ്രദ്ധയോടുകൂടി ഇതിൽ പങ്കെടുത്തവർക്കെല്ലാം ഒരു ഔന്നത്യം ജഗദീശ്വരൻ ദാനം ചെയ്തു. ഇത് ഈ സന്നിധാനത്തിൽ വന്ന് പങ്കെടുത്തവരുണ്ട്, ശാഖാശ്രമങ്ങളിലും ഭവനങ്ങളിലും ഇരുന്ന് ഇത് അനുഷ്ഠിച്ചവരുണ്ട്. അപ്രകാരം അനുഷ്ഠിച്ചവർക്ക് ഞാൻ ഈ പറഞ്ഞത് അനുഭവമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കണ്ടാക്കണം. അപ്പം നിഷ്കളങ്ക സ്വരൂപനാകുന്ന ജഗദീശ്വരൻ്റെ നിയമങ്ങൾ, കരുണാനിധേ അങ്ങേ നിയമങ്ങളാകുന്നു ഏഴയാം എൻ്റെ കർമ്മം എന്ന ഓർമ്മയോടുകൂടി ജീവിതം ചെയ്യുന്ന ആർക്കും ഈ അനുഭവം എപ്പോഴും ഉണ്ടാകും.
അവിടെ എന്തെങ്കിലുമൊക്കെ കലർപ്പുണ്ടാകുമ്പോഴാണ് അതിൻ്റേതായ ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. കലർപ്പില്ലാത്ത ഒരു നിഷ്കളങ്ക ജീവിതം, അതാണ് അത്യാവശ്യമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമായി പറഞ്ഞത് അതുതന്നെയാണ്. കലർപ്പില്ലാത്ത ഒരു നിഷ്കളങ്ക ജീവിതം. കലർത്തിയാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും. പണ്ട് ഒരു പഴമൊഴി പറയാറുണ്ട്, 1000 തേൻതുള്ളിക്കകത്ത് ഒരു മീൻതുള്ളി വീണാൽ പിന്നീട് അത് മുഴുവൻ അശുദ്ധമായി പോവുകയാണ്, അത് ഉപയോഗിക്കാൻ പറ്റാതെ വരും എന്നൊരു പഴമൊഴിയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ആളുകളോട് പറഞ്ഞാൽ പറയുക, അതിനെന്താ, മീൻതുള്ളി അതിനകത്ത് നല്ലതല്ലേ, അതുകൂടെ ചേർത്തും കഴിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആളുകളും ഇന്നുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം, ആന്തരികമായ അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യവസ്ഥയും മനസ്സിലാക്കണം. ഔഷധങ്ങൾക്കാണ് കൂടുതലും തേൻ ഉപയോഗിക്കുന്നത്. ആ ഉപയോഗം നടക്കുകയില്ല. ഈ മീൻതുള്ളി അതിനകത്ത് വന്നാൽ മീൻ ഔഷധങ്ങൾക്കെല്ലാം എതിരാണ്. പഴയ ഔഷധ സേവക്കാരെല്ലാം ആദ്യം പറയുന്ന അതാണ്, ഇതെല്ലാം ഉപേക്ഷിക്കണം. മത്സ്യമാംസാദികൾ, ഉപ്പ്, പുളി ഇതെല്ലാം വർജിക്കുന്ന ഒരു രീതിയായിരുന്നു പണ്ടത്തെ ഔഷധ സേവ. ഇപ്പോൾ ഇതൊന്നുമില്ല. ഡോക്ടർമാർക്ക് ആൾ കൂട്ടാൻ വേണ്ടി ഇതൊന്നും പറഞ്ഞു കൊടുക്കുകയില്ല. ആരെന്ത് കഴിച്ചാലും വിഷമമില്ല. കാരണം ഇത് കൂടുതൽ രോഗമായാൽ ആൾ കൂടുതൽ ചെന്നോളുമല്ലോ. അപ്പോൾ മരുന്നും കഴുകി കൊടുക്കുമ്പോൾ നിങ്ങൾ കഴിച്ചോളാൻ പറയും. ഇന്ന പോലൊക്കെ ചെയ്യും. അപ്പോൾ കഷായം കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ കഷായം ഗുളികകളാക്കി. ഇപ്പോൾ കലക്കി ഇങ്ങനെ കുടിക്കുമ്പോൾ ചെറിയ കയ്പുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട, ഗുളിക അങ്ങ് വിഴുങ്ങിയാൽ മതി. ഇപ്പോൾ എല്ലാം പ്ലാസ്റ്റിക് കൂടെ അങ്ങ് തിന്നാമല്ലോ. ഇങ്ങനെ ലോകത്തിന് ഉപകാരം ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ അനവധി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കലർപ്പില്ലാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ വ്യവസ്ഥാപിതമായി ചിന്തിക്കുന്നവർക്ക് ബോധ്യപ്പെടും. ആ ഹൃദയത്തിൽ മാത്രമേ ഈശ്വര രൂപത്തെ കാണാൻ പറ്റുകയുള്ളൂ. കളങ്കമില്ലാത്ത അവസ്ഥ ഹൃദയത്തിലുണ്ടായെങ്കിലേ നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരുവിനെ കായാമ്പൂമേനിയാം കണ്ണനെ കണ്ടു ഞാൻ എന്നുടെ ഹൃദയ കണ്ണാടിയിൽ. നിഷ്കളങ്ക ഹൃദയം എന്ന് പറയുന്നത് കണ്ണാടിക്ക് സമമാണ്. കണ്ണാടിയിൽ അഴുക്കിരുന്നാൽ, അല്ലെങ്കിൽ പോറലുകൾ ഉണ്ടായാൽ അതിൽ രൂപം കൃത്യമായി കാണാൻ പറ്റാത്തതുപോലെ ഇതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ മാലിന്യം ഇരുന്നാൽ ഇത് കാണാൻ പറ്റുകയില്ല. അപ്പം കളങ്കമില്ലാത്ത ഒരു ജീവിതം നയിച്ച് ഉന്നതനാകുന്ന ഗുരുവിനെ അകതാരിൽ കണ്ടുകൊണ്ട് പരമാത്മാവോട് ചേർന്ന് ആനന്ദിക്കുന്ന അവസ്ഥ, അതാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ച് ജഗതീശ്വരൻ ലോകത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഞാനും ആശ്രമത്തിൽ പോകുന്ന ആളാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. ആദർശത്തെ, അതിശ്രേഷ്ഠമായ ആദർശത്തെ ഹൃദയത്തിലായി സ്വീകരിക്കണം. ഇന്ന് നമ്മുടെ ജന്മഭൂമി ദിനപത്രത്തിൽ നമ്മുടെ ശുഭാനന്ദ ഗുരുദേവൻ്റെ വചനങ്ങൾ വന്ന ഭാഗത്ത് ആദർശത്തെ പറ്റിയാണ് വന്നിരിക്കുന്നത്. അതിശ്രേഷ്ഠമായ അറിവാണ് ആദർശം എന്ന് ഉള്ള ഭാഗമാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് പത്രത്തിൽ പോയി വായിക്കണമെന്നില്ല, അത് സന്തോഷം കൊണ്ടങ്ങ് പറഞ്ഞതാണ്. ഒരു പത്രത്തിൽ നമ്മുടെ 4 വചനം വരുമ്പോൾ ഒരു സന്തോഷമാണല്ലോ, 4 പേര് കാണാനിടയാകുമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതെല്ലാം പ്രസിദ്ധീകരിച്ച് പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വായിക്കുകയും പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും വേണം. വെറുതെ വായിച്ചു പഠിച്ചതുകൊണ്ട് കാര്യമില്ല. എനിക്ക് ഇന്നതൊക്കെ അറിയാമെന്ന് ഒരാൾ പ്രഖ്യാപിച്ചതുകൊണ്ട് ഒരിക്കലും ആത്മീയമാകുന്നില്ല. ആത്മീയം എന്ന് പറയുന്നത് ജീവിതമാണ്. ആത്മാവിൻ്റെ ഗുണങ്ങൾ ആത്മാവിൽ കണ്ടെത്തുവാൻ, ആത്മാവിൻ്റെ ഗുണങ്ങൾ ജീവിക്കുന്നതാകുന്നു ആധ്യാത്മിക ജീവിതം. അങ്ങനെ തത്വങ്ങളെ ആത്മാവിൻ്റെ രൂപമാക്കി തീർക്കുവാൻ തക്ക വിധം നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു ഭക്തന് മാത്രമേ ഹൃദയത്തിൽ ഗുരുവിനെ കാണാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന ജീവിതമാണ് ആധ്യാത്മിക ജീവിതം. ആ ജീവിത വഴിയിലൂടെ വളർന്നുയർന്നു വന്ന പരമോന്നതനാകുന്ന പരമഗുരുവിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഒരു സ്തുതി നടത്തിയപ്പോൾ ഇതാണ് അനുഭവമെങ്കിൽ, ഇന്നലെ നടന്ന അതാണല്ലോ, അങ്ങനെയാണ് അതിൻ്റെ അനുഭവമെങ്കിൽ അങ്ങനെ ജീവിച്ചാൽ എന്തായിരിക്കും എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം. ഈ നിയമങ്ങളെല്ലാം അതിനാണ്. നിങ്ങളിലൊരു ചിന്തയുണ്ടാക്കുക. ഈ മധുരത്തെപ്പറ്റി നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. ഞാൻ എൻ്റെ ഗുരുവിനെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ സുഖമാണെങ്കിൽ ആ ഗുരു ജീവിച്ചതുപോലെ ഞാൻ ജീവിച്ചാൽ എങ്ങനെയിരിക്കും എന്നൊരു ചിന്ത ഉണ്ടാക്കുക, ഒരു ആർത്തി ഉണ്ടാക്കുക. അപ്പോൾ സ്വാഭാവികമായി എന്തായിത്തീരും? സർവ്വതും മധുരമായി തീരും. സർവ്വതും മധുരമായി തീരും. ആ മധുരത്തിലേക്ക് എത്തിക്കുവാനാണ് ഓരോരുത്തരെയും
മയമാക്കി തീർക്കുവാനാണ് ദൈവം ആനന്ദ പൂമധു അല്പാൽപമായി ഇറ്റിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിക്കുവാൻ തീരുമാനിക്കുക. അതല്ലാതെ ഒരു മാർഗവും ഈ കലിയുഗത്തിൽ മോക്ഷത്തിന് ഇല്ല. പല ആളുകളും കോടിക്കണക്കിന് സ്വത്ത് ഓരോ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവന്ന് അർപ്പിക്കുകയും നേർച്ച നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊന്നും മോക്ഷം ലഭിക്കുകയില്ല. മോക്ഷം ലഭിക്കണമെങ്കിൽ കലിയുഗവരതനാകുന്ന കലിസംഹാരമൂർത്തിയാകുന്ന പരമാത്മാവിൻ്റെ തിരുവവതാരത്തിൽ നിന്ന് ലഭിക്കുന്ന നിഷ്കളങ്ക ജ്ഞാനത്തെ ആത്മാവിൻ്റെ രൂപമായി പ്രത്യക്ഷീകരിച്ചെങ്കിൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ. അല്ലാതെ മോക്ഷം ലഭിക്കുകയില്ല. ഇത് വെറുതെ പറയുന്നതല്ല, സത്യമാണ് പറയുന്നത്, അനുഭവമായ കാര്യമാണ് പറയുന്നത്. എല്ലാം മുറമുറയായി മനുഷ്യജന്മം എടുത്ത് ശുഭാനന്ദപാദത്തിൽ എത്തിയേ പറ്റൂ. ഇത് ഈ ഇരിക്കുന്നവർക്കൊരു പൊലിമയുണ്ടാക്കാൻ വേണ്ടി ഒരു പാഴ്വാക്ക് പറയുന്നതല്ല, സത്യമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ കാര്യമാണ്. ഓരോരുത്തരായി വന്നുകൊണ്ടേയിരിക്കും, ചേർന്നുകൊണ്ടേയിരിക്കും. ഈ അനുഭവങ്ങളെല്ലാം സിദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അനുഭവ ഗുണമുള്ളവരാക്കി തീർത്ത്, അനുഭവ സമ്പത്തുള്ളവരാക്കി തീർത്ത്, ആനന്ദത്തിന് അവകാശികളാക്കി തീർത്ത് നിത്യാനന്ദ രാജ്യത്തിലേക്ക് ചേർക്കുവാൻ നിത്യാനന്ദ സ്വരൂപൻ വാഴുന്ന വാഴ്ച കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് ആനന്ദത്തിൽ ജീവിക്കുക. മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഗുരുനാഥൻ ദൈവമാണ്, ലോകത്തെ രക്ഷിപ്പാൻ വന്നതാണ്. എൻ്റെ ഗുരുനാഥൻ ദൈവമാണ്, ലോകത്തെ രക്ഷിപ്പാൻ വന്നതാണ്. എൻ്റെ ഗുരുനാഥൻ ദൈവമാണ്, ലോകത്തെ രക്ഷിപ്പാൻ വന്നതാണ്. പരലോക വാഴ്ചയും പരമാനന്ദ വാഴ്ചയും പരന്മാരിൽ അനുഭവമാക്കുവാൻ പരമാത്മാവ് അവതാരമായി വന്ന് വാഴുന്ന കാലമാണ് കലിയുഗം. ഇത് ഭാഗ്യകാലമാണ്, ഇത് ആനന്ദകാലമാണ്. കലിയുഗം എന്നാണ് ഈ യുഗത്തെ പറയുന്നതെങ്കിലും കലി വർദ്ധിച്ചുള്ള യുഗമാണ് കലിയുഗം. എന്നാൽ കലിസംഹാരകനാകുന്ന ജഗദീശ്വരൻ അവതാരമായി വന്നിരിക്കയാൽ ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന മർത്യജന്മങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? കലിസംഹാരകനാകുന്ന ജഗദീശ്വരൻ അവതാരമായിരിക്കുന്നു. അത് പരിപൂർണമായ അനുഭവമാകണമെങ്കിൽ ആ പാദത്തിൽ ആശ്രയിച്ചെങ്കിലേ കഴിയുള്ളൂ. അതിനുള്ള പരിശീലനമാണ് ആത്മബോധോദയ സംഘത്തിൽ കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പരിശീലനത്തിൽ കൂടി പരമാത്മാവിനെ ആത്മാവിന്റെ രൂപമായി ദർശിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടായാൽ ആ ആത്മാവ് പരലോകമാവുകയാണ്. അവിടെ പരമാത്മവാഴ്ച അനുഭവമാവുകയാണ്, പരമാനന്ദത്തിലേക്ക് ലയിക്കുകയാണ്. പരലോകം തേടിയിടണ്ട, പരലോകം ഇവിടെ തന്നെ. പരലോകം തേടിയിടണ്ട, പരലോകം തേടിയിടണ്ട, പരലോകം ഇവിടെ തന്നെ. പരമാർത്ഥമറിയുമ്പോൾ പരലോകം ഇവിടെ തന്നെ. പരലോകം തേടിയിടണ്ട, പരലോകം ഇവിടെ തന്നെ. പരലോകം പരമാർത്ഥമറിയുമ്പോൾ പരലോകം ഇവിടെ തന്നെ. അതാണ് വലിയ പ്രയാസം, ഈ പരമാർത്ഥം അറിയുക. ഇത് എവിടുന്നായി പരമാർത്ഥം ലഭിക്കുക? പരമാർത്ഥം അറിഞ്ഞാൽ പരലോകം ഇവിടെയാണ്.
പരമാർത്ഥം പറഞ്ഞാൽ പരലോകം. പരമാർത്ഥം എവിടെ നിന്ന് ലഭിക്കും? പരമാർത്ഥം എവിടെ നിന്ന് ലഭിക്കും? അത് പറയാൻ ഒരാളേ ഉള്ളൂ. അത് പറയാൻ ഒരാളെ ഉള്ളൂ. ആ പറയാനായി പറയൻ വന്നു പരമാർത്ഥങ്ങൾ പറയുന്നു. ഓ പറയാനായി പറയൻ വന്നു പരമാർത്ഥങ്ങൾ പറയുന്നു. ഓ ആദിപരാപരൻ ആനന്ദല്ലോ പറയുന്നതാൻ. പരമാർത്ഥം പറയാൻ ഒരാളേ ഉള്ളൂ. പരമാർത്ഥം പറയാൻ ഒരാളെ. അതാരാണ്? ആരാണ്? പറയാനായി വന്നു വാഴുന്നു പരമാത്മാവ്. പറയാനായി വന്നു വാഴുന്നു പരമാത്മാവ്. അതൊരു ജാതിയുടെ പേരായിട്ടാണ് പലരും ചിന്തിച്ചിരുന്നത്. ജാതിയുടെ പേരായിട്ടാണ്. പറയാനായി വരുവാൻ ഒരുക്കിയ കുലമാണത്. പറയുവാനായി വരുവാൻ ഒരുക്കിയ കുലം. പറയാനായി പറയൻ വന്നു പരമാർത്ഥങ്ങൾ പറയുന്നു. പറയാനായി പറയൻ വന്നു പരമാർത്ഥങ്ങൾ പറയുന്നു. പലതും ലോകത്തിൽ ഒരുക്കുന്നത് അങ്ങനെയാണ്. പലതും ലോകത്തിൽ ഒരുക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ ഗുരുപൂജാനന്ദ സ്വാമി ഒരിക്കൽ ദുബൈയിൽ ഒരു കാര്യത്തിന് വേണ്ടി പോയിട്ട് വന്നപ്പോ ഗുരുപൂജാനന്ദ സ്വാമി ഒരിക്കൽ ദുബൈയിൽ ഒരു കാര്യത്തിന് വേണ്ടി പോയിട്ട് വന്നപ്പോ ഭഗവാനെ അവിടെ വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു, നമുക്കും ഒരു ആശ്രമം ഉണ്ടാക്കണ്ടേ എന്ന് ചോദിച്ചു. അവിടെ വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു, നമുക്കും ഒരു ആശ്രമം ഉണ്ടാക്കണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ ദേവീദേവന്മാരെയൊക്കെ അവിടോട്ട് അയക്കുകയാണ്. ആദ്യം ദേവീദേവന്മാരെയൊക്കെ അങ്ങോട്ട് അയക്കുക. അവരെല്ലാം അവിടെ പോയി സ്ഥാനം ഉറച്ചതിന് ശേഷമാണ് എനിക്കുള്ള സ്ഥാനം ഞാൻ ഉറപ്പിക്കുക. ഇതുപോലെ കലിയുഗ അവതാരം സംഭവിച്ചപ്പോഴും ആദ്യം തന്റെ ദേവീദേവന്മാരെയാണ് ആദ്യം ഇവിടേക്ക് അയച്ചത്. എന്നിട്ടാണ് താൻ അവതാരമായി വന്നത്. പക്ഷേ ഒരു ചെറിയ കുഴപ്പം ഇവിടെ സംഭവിച്ചു. ഈ ജന്മമെടുത്തു വന്നവർക്ക് തിരിച്ചറിവില്ലാതെ പോയി, അഥവാ മായാബന്ധിതരായി പോയി. പിന്നെ അവരെ തേടി നടക്കേണ്ട കാലം ആവശ്യം വന്നു. അങ്ങനെ തേടി നടന്നാണ് പലരെയും മാടി വിളിച്ചത്. ഈ സത്യം അവരിലേക്ക് പറഞ്ഞപ്പോ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലായി. അവർക്ക് അതിനകത്ത് എതിർപ്പൊന്നുമില്ല. കൂടെ അങ്ങ് സഞ്ചരിച്ചു. അനുഗമിക്കുന്നു, ഞങ്ങൾ അനുഗമിക്കുന്നു. ഗുരുവരന്റെ അറിവിൻ പിൻപേ അനുഗമിക്കുന്നു. അനുഗമിക്കുന്നു, ഞങ്ങൾ അനുഗമിക്കുന്നു. ഗുരുവരന്റെ അറിവിൻ പിൻപേ അനുഗമിക്കുന്നു. അവർക്ക് സംശയമില്ല. എന്തുകൊണ്ട്? അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരായിരുന്നു. ദേവീ ദേവന്മാരെയാണ് ആദ്യം അയച്ചത്. അപ്പൊ ആദ്യകാലത്ത് ഈ അക്ഷരമറിയാതെയും വളരെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടും ഈ ലോകത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടിയിരുന്ന സന്താനങ്ങളുടെ ഇടയിലേക്കാണല്ലോ വന്നത്. അപ്പൊ അവർ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് കണ്ണുനീരോടെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ കാണുവാനും ആ അനുഭവം ഉണ്ടാകുവാനുമാണ്. ദൈവം വന്ന് ഞങ്ങളെ ദർശിച്ചാൽ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് അവർ വിളിച്ചത്. അവരുടെ മുന്നിലേക്കാണ് പ്രത്യക്ഷമായത്. അതുകൊണ്ട് ഒരിക്കലും ഒരു കുലത്തെയും സംബന്ധിച്ചല്ല ഇത് പറയേണ്ടത്. അങ്ങനെ ഒരു കുലവും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഇതിനുള്ള ചില ഒരുക്കങ്ങൾ നടത്തി അതിനെ തെറ്റിദ്ധരിക്കപ്പെടുകയും അന്യപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അന്യപ്പെടുത്തി ചിന്തിക്കാനല്ല, എല്ലാം ദൈവത്തിൽ നിന്നുണ്ടായതാണ്. ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ജോലി ചെയ്യുന്ന ഒരു സംഘമുണ്ട്, ഹരിത കർമ്മസേന എന്ന് പറയും. സത്യത്തിൽ അവർ ചെയ്യുന്ന കർമ്മം എത്രത്തോളം മഹത്തരമാണ്. ഉന്നതമായ ഒരു കർമ്മമാണ് അവർ ചെയ്യുന്നത്. കാരണം നമ്മൾ വലിച്ചെറിയുന്ന പല കാര്യങ്ങളും ഈ ഭൂമിക്ക് തന്നെ ഭാരമാവുകയും നമുക്ക് തന്നെ ദോഷമാവുകയും ചെയ്യുമ്പോൾ അതിനെ കണ്ടറിഞ്ഞുകൊണ്ട് കണ്ടുപിടിച്ച ഒരു വേലയാണ് ഈ ഹരിത കർമ്മസേന. അപ്പൊ ആ ജോലികൾ ചെയ്യാനായി ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് അത് പ്രാവർത്തികമാകുന്നത്.
ഞങ്ങൾ മാലിന്യം കൈകാര്യം ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല എന്ന് അവരങ്ങ് തീരുമാനിച്ചത് നടക്കുകയില്ല. പണ്ട് പറയുന്നല്ലോ, അവർ ഇച്ഛിച്ച് വിചാരിച്ചിരുന്നെങ്കിൽ ഈ കാര്യമൊന്നും നടക്കുകയില്ല. അവര് ധൈര്യമായിട്ട് അങ്ങ് ഇറങ്ങി കാര്യങ്ങൾ അങ്ങ് ചെയ്യുകയാണ്. അതുകൊണ്ട് പൊതുവേ ഇപ്പോൾ നമ്മുടെ വീടും പരിസരവും ഒക്കെ പല വീടുകളുടെയും അവസ്ഥ അങ്ങ് മാറി വളരെ ശുദ്ധമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് ചില നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ട്. പക്ഷേ വളരെ കൃത്യമായ ആ നിയമത്തെ പാലിച്ചുകൊണ്ട് പോയാൽ വരും സമയത്തെങ്കിലും വലിയ ദോഷമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അറിവോടുകൂടി നിയമിക്കപ്പെടുന്ന നിയമങ്ങളെല്ലാം മനുഷ്യന്റെ രക്ഷയ്ക്കുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടരെ നമ്മൾ അവരെ വേർതിരിച്ച് ദൂരെ നിർത്തി ചിന്തിക്കുകയും പറയുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഇല്ല. ഇപ്പൊ ഈ ആരാധനയ്ക്കുള്ളിലും അതിൽ പ്രവർത്തിക്കുന്ന അനേകം സാധുക്കൾ ഇരിപ്പുണ്ട്. അവരെ ഞാൻ ഓർത്ത് അഭിമാനിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോകാൻ അവർക്ക് സ്വയമേവ മനസ്സുണ്ടായെങ്കിൽ അത് ഈശ്വരന്റെ കാരുണ്യമാണ്. അങ്ങനെ നിസാരമെന്ന് തോന്നുന്നതും മാലിന്യമെന്ന് തോന്നുന്നതും ഒക്കെയായ കർമ്മങ്ങൾ അറിവോടുകൂടി പ്രവർത്തിക്കുവാൻ എന്റെ സന്താനങ്ങൾ സന്നദ്ധരാകട്ടെ. അത് മാലിന്യകർമ്മമല്ല, ശുദ്ധീകരണമെന്നാണ് അതിന്റെ പേര്. പല വീടുകളിലും ഇപ്പോൾ കൊച്ചമ്മമാരൊന്നും ചൂലെടുത്ത് തൂക്കുകയില്ല. കാരണം ചൂല് അശുദ്ധമാണെന്നാണ്. അതിന് പുതിയ മെഷീൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിനെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതെല്ലാം നടന്നു തൂത്തോളും. അത് അതിലേക്കൂടെ നടന്ന് ഇതിലേക്കൂടെ നടന്ന് അതിന് ഇഷ്ടമുള്ളിടത്തൊക്കെ എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ വാരി ഒരിടത്ത് കൊണ്ടുവച്ച് തരും. പക്ഷെ അത് പൂർണ്ണ ശുദ്ധീകരണം ആവുന്നില്ല. കാരണം നമ്മൾ കിടക്കുന്ന പായൊന്ന് തട്ടിക്കുടഞ്ഞ് അതിന് അടിയിലൊന്ന് തൂത്ത് സെറ്റ് കഴിഞ്ഞിട്ടൊന്ന് വലിച്ച് അതിൻ്റെ അപ്പുറം ഒന്ന് തൂത്ത് ഇങ്ങനെ വൃത്തിയാക്കി അറ്റവും മൂലയൊക്കെ അറിഞ്ഞ് ശുദ്ധീകരിച്ചെടുക്കുന്നതും മെഷീൻ ശുദ്ധീകരിക്കുന്നതും രണ്ടാണ്. അപ്പൊ ഹൃദയം കൊണ്ട് ഇതിനെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. എന്റെ ഭവനം ശുദ്ധീകരിക്കപ്പെടേണ്ടത് എന്റെ ആവശ്യമാണെന്ന് ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ച് ഈ മാലിന്യങ്ങളെ എടുത്തു മാറ്റുവാൻ തയ്യാറായില്ലെങ്കിൽ എന്നും മാലിന്യത്തിൽ തന്നെ കഴിയേണ്ടി വരുമെന്നുള്ള ചിന്ത ആദ്യം ഉണ്ടാവണം. ആ ചിന്ത ഉണ്ടായാൽ നമ്മൾ മാലിന്യം എടുക്കാൻ തയ്യാറാവും. ഇപ്പൊ അവിചാരിതമായി നമ്മുടെ വീട്ടിലേക്ക് ഒരു പക്ഷി കയറി വന്നു. അപ്പൊ ആഹാരം കഴിക്കുന്ന ടേബിളിന്റെ പുറത്ത് വന്നിരുന്നത് അത് ആഹാരം കഴിച്ചിട്ട് അവിടെ കാഷ്ടിച്ചു. അപ്പൊ വിചാരിക്കുക, വീട്ടുകാർ വിചാരിക്കുക, പക്ഷേ ഇതെങ്ങനെ നമ്മൾ എടുക്കുന്നത്, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവിടെ ഇരുന്ന് എങ്ങനെ ആഹാരം കഴിക്കും? അപ്പൊ അതിന് തക്ക ഒരു ഉപകരണം എടുക്കുക, നമ്മുടെ കയ്യിലും ഒന്നും പറ്റാതെ അതിനെ മാറ്റി അവിടെ ശുദ്ധമാക്കുക. അതിനെ ശുദ്ധീകരിക്കാനുള്ള പല മാർഗങ്ങളുണ്ട്. എന്തെങ്കിലും ഉപയോഗിച്ച് അതിനെ വൃത്തിയാക്കുക. അപ്പൊ അവിടെ ശുദ്ധമാവുകയാണ്. നമുക്ക് വീണ്ടും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന അവസ്ഥയായി. ഇതുപോലെ അപ്പോഴപ്പോൾ വരുന്ന മാലിന്യങ്ങളെ മുഴുവൻ മാറ്റി ശുദ്ധമാകുവാനുള്ള തീരുമാനം ഉണ്ടായെങ്കിലേ ഹൃദയ ശുദ്ധീകരണത്തിൽ കൂടി ഹൃദയനാഥനെ അറിഞ്ഞ് ആരാധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം വന്ന് ഒരു ശുദ്ധതയില്ലാത്ത സ്ഥലത്തേക്കാണ് ഇറങ്ങി വന്നത്. അവിടെ വന്നു നിന്നുകൊണ്ടാണ് പഞ്ചശുദ്ധീകരണത്തെ കുറിച്ച് അറിയിച്ചത്. എന്തൊക്കെയാണ് പഞ്ചശുദ്ധി വഴികൾ? പറഞ്ഞേ, എല്ലാവരോടും ഒന്ന് പറഞ്ഞേ, ഉറച്ചു പറ. പുറയുന്നൊന്നും ശബ്ദം വരുന്നില്ല. ഇവിടെ പിള്ളേർ മാത്രമേ പറയുന്നുള്ളൂ. ആദ്യത്തെ ശുദ്ധി എന്തുവാണ്? ഉറച്ചു പറ. രണ്ടാമത്തത് ആ ആ ആ ഇത്രയും ശുദ്ധമാക്കിയെങ്കിലേ ആരെ കാണാൻ പറ്റുള്ളൂ? പരമപരിശുദ്ധനാകുന്ന ദൈവത്തെ കാണാൻ പറ്റുകയുള്ളൂ. കാണണം, നീ കാണണം, ഗുരുരൂപത്തെ കാണണം. കാണണം, നീ കാണണം,
പല വിധത്തിലുള്ള ക്ലോസുകൾ വെച്ചിട്ടുണ്ട്. പലതിലും പല വിധത്തിലുള്ള ക്ലോസുകൾ വെച്ചിട്ടുണ്ട്. കാണണം നീ കാണണം ഗുരുരൂപത്തെ കാണണം. കാണണം നീ കാണണം ഗുരുരൂപത്തെ കാണണം. സന്തോഷമായി. കാണണമെന്ന് ഭഗവാൻ പറഞ്ഞല്ലേ, കളങ്കമറ്റ് കാണണം ഖഡ്ഗിയേതി അപ്പൊ താന്ന് കാണണം നീ കാണണം എന്ന് പറഞ്ഞപ്പോഴേ അങ്ങ് പൊങ്ങി. കളങ്കമറ്റ് കാണണം ഖഡ്ഗിയ അങ്ങ് താന്ന്. എന്താ കാര്യം? അത് കളയാൻ വലിയ ഇഷ്ടമല്ല. ഈ തൊലി കളയാൻ വലിയ ഇഷ്ടമില്ല. തൊലി കഴിക്കുന്ന പലർക്കും ഇഷ്ടം. തൊലി വിറ്റാമിനൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. ഇല്ല, ഈ വിറ്റാമിൻ നമുക്ക് കൊള്ളത്തില്ല. അപ്പൊ കാണണം നീ കാണണം ഗുരുരൂപത്തെ കാണണം, കാണണം നീ കളങ്കമറ്റു കാണണം ഖഡ്ഗിയെ നീ കാണണം. നിഷ്കളങ്ക ജ്ഞാനസ്വരൂപനാകുന്ന പരമഗുരുവിന്റെ തിരുവവതാരത്തിൽ കൂടി അനുഭവമാകുന്ന നിഷ്കളങ്ക ജ്ഞാനത്തെ ആത്മാവിൽ പ്രത്യക്ഷീകരിച്ച് കാണണം നീ കാണണം ഗുരുരൂപത്തെ കാണണം. കളങ്കമറ്റു കാണണം ഖഡ്ഗിയെ നീ കാണണം. നിഷ്കളങ്ക ജ്ഞാനത്തെ ഉപദേശിക്കുവാൻ അഥവാ പറയാൻ ആര് വന്നു? പരമാത്മാവ് വന്നു. ആ പരമാത്മാവിന് മാത്രമേ പരമാർത്ഥം എന്താണെന്ന് അറിയുള്ളൂ. ഇപ്പൊ വള്ളികുന്നത്തെ കൃഷ്ണപിള്ള ഭക്തനെ വിളിച്ചിട്ട് ചോദിക്കുക, അപ്പുറത്തെ വീട്ടിൽ എന്തോ ഒരു കാര്യം നടന്നില്ല, എന്തുവാന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. എന്നാൽ കൃഷ്ണപിള്ള ഭക്തന്റെ വീട്ടിൽ എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ ഇന്ന പോലൊക്കെ കാര്യങ്ങളുണ്ട്, ഇതുപോലൊക്കെയാണ് കാര്യങ്ങൾ, മക്കൾ ഇന്നൊക്കെ ഇരിക്കുന്നു, അതങ്ങനെയാണ്, ഇങ്ങനെ എല്ലാം കൃത്യമായിട്ട് പറയാൻ പറ്റും. എന്താ കാര്യം? അവരവരുടെ വീട്ടിലെ കാര്യം പറയാൻ അവരവർക്ക് കഴിയും. മറ്റുള്ളിടത്ത് നമ്മൾ എത്ര പോയി സഹകരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാം അറിയാൻ നമുക്ക് പറ്റുകയില്ല. ഇവിടെ തന്നെ ചില ആളുകൾ എൻ്റെ മുന്നിലോട്ട് വരുമ്പോ ഭാര്യ പറയും അമ്പൂരിയോട് ഇന്ന് ഇങ്ങോട്ടൊരു കാര്യം പറയും. അപ്പൊ ഭർത്താവ് ചുമ്മാരി ഇപ്പൊ പറയണ്ട, അപ്പൊ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, അല്ലെങ്കിൽ ആ കാര്യം അവിടെ അന്നേരം പറയണ്ട എന്നൊക്കെ ഉള്ളതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരുമിച്ച് തൊഴാൻ വരിക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഭാര്യ പറയാനായിട്ട് എന്നെ ഭർത്താവ് പറയുന്ന ഒരു വലി, ഉടനെ ഭർത്താവ് പറയാൻ വരുന്നെങ്കിൽ ഭാര്യ എന്നെ ഒരു ഞോണ്ടല്. എന്താ ഇത് മൊത്തം പറയണ്ടെന്നാ? ഇത് എവിടെയാ പറയണ്ട എന്ന് തീരുമാനിക്കുന്നേ? എല്ലാം അറിഞ്ഞിട്ട് കണ്ണും അടച്ചിരിക്കുന്നവന്റെ മുന്നിലാ ഇത് പറയണ്ടായത്. ഇത് എല്ലാം അറിഞ്ഞിട്ടാ ഇരിക്കുന്നത്, പക്ഷെ അറിയാത്തവനെ പോലെ ഇരിക്കുള്ളൂ. പല കാര്യങ്ങളും പറഞ്ഞു വരുമ്പോ അങ്ങനെ ആലിയോ എന്ന് പറയും, പക്ഷേ ഒന്നും അറിഞ്ഞില്ല എന്ന് തോന്നിക്കും. വിശേഷിച്ച് കൂടെ നിന്ന് സഹകരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും തോന്നും ഞങ്ങളെക്കാൾ അറിവ് കുറഞ്ഞ ആളാണല്ലോ ഇനി ഇരിക്കുന്നതെന്ന് തോന്നിക്കും. അതാ ഇതിന്റെ ഒരു വേലയാ ഇത്. പക്ഷേ എല്ലാം കാണാൻ കണ്ണുണ്ട്, ഇവനെല്ലാം കേൾക്കാൻ ചെവിയുണ്ട്. എല്ലാം അറിവാൻ അറിവുണ്ട്, അറിവില്ലാതെ ഗുരുവില്ല. എല്ലാം കാണാൻ കണ്ണുണ്ട്, ഇവനെല്ലാം കേൾക്കാൻ ചെവിയുണ്ട്. എല്ലാം അറിവാൻ അറിവുണ്ട്, അറിവില്ലാതെ ഗുരുവില്ല. അറിവാകുന്ന അഥവാ സർവജ്ഞനാകുന്ന ഗുരുവിന്റെ മുന്നിൽ ആർക്കും ഒന്നും മറയ്ക്കാൻ പറ്റുകയില്ല. എന്നാൽ അസമയത്ത് കൂടുതൽ അവതരിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതും. കാരണം തിരക്ക് കൂടിയ സമയത്ത് വീട്ടിലെ സർവ്വകാര്യവും അങ്ങ് വിസ്തരിക്കാമെന്ന് വിചാരിച്ചു വന്നു നിന്നാൽ അത് ഏറ്റവും വലിയ അബദ്ധമാണ്. എന്നാൽ ഒരു കാര്യം അതിൽ വളരെ പ്രത്യേകതയായി അറിയേണ്ടതായ ഒരു കാര്യമുണ്ട്. എല്ലാം അറിയുന്ന ശക്തിയാണ് ഈ വാഴുന്നതെന്ന ഓർമ്മയോടുകൂടി നമ്മുടെ മനസാവാചാകർമ്മണ ഉള്ള ജീവിതവും സമൂഹവുമായുള്ള സഹകരണവും
നമ്മുടെ ഭക്തലോകവുമായുള്ള ബന്ധവും നമ്മുടെ ഭക്തലോകവുമായുള്ള ഈ ബന്ധം, കർമ്മപദ്ധതികളിലെല്ലാം ഉള്ള സഹകരണവും ഈ കർമ്മപദ്ധതികളിലെല്ലാം നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു ആത്മാവാണെങ്കിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ആത്മാവാണെങ്കിൽ വെറുതെ അവിടെ വന്നൊരു ദക്ഷിണ വെച്ച് തൊഴുതു പോയാൽ മതി, സർവ്വതും നടന്നുകൊള്ളും. വെറുതെ ഒരു ദക്ഷിണ വെച്ച് ദക്ഷിണ വെച്ച് കടന്നുപോയാൽ മതി, സർവ്വതും നടന്നുകൊള്ളും. പക്ഷെ ഇങ്ങനെ ആയിരിക്കണം. പക്ഷെ ഇങ്ങനെയായി അല്ലാതെ എനിക്കിഷ്ടമുള്ള പോലെ എല്ലാം ജീവിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടാ ഭഗവാനെല്ലാം അറിയുന്നുണ്ടല്ലോ, ഓക്കെ നമസ്കാരം എന്ന് പറഞ്ഞു പോയാൽ ഒരു കാര്യവും നടക്കുകയില്ല. സ്വന്തം ഇഷ്ടത്തോടെ ജീവിച്ചിട്ട് ഭഗവാനെല്ലാം അറിയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു പോയാൽ ഒന്നും നടക്കുകയില്ല. ദൈവ ഇഷ്ടം ചെയ്യുവാൻ തീരുമാനിക്കുന്നവർ തന്നിഷ്ടങ്ങൾ മാറ്റണം, ദൈവ ഇഷ്ടം ചെയ്യണം. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, തൊലി കളയാൻ വലിയ പ്രയാസമാണ്. കളയാൻ വലിയ പ്രയാസമാണ്. ഈ തന്നിഷ്ടങ്ങളായി തൊലി എന്ന് പറഞ്ഞത്. അന്വേഷണങ്ങളായി കാരണം നമ്മൾ ജനിച്ചു ജീവിച്ചു വന്ന വഴിയിൽ പലതും നമ്മളുടെ അറിവായിട്ട് നമ്മൾ കരുതിയിട്ടുണ്ട്. നമ്മൾ ജനിച്ച് ജീവിച്ചു വന്ന വഴിയിൽ പലതും നമ്മൾ നമ്മുടെ അറിവായി കരുതി. എന്നാൽ പരമാർത്ഥം പറഞ്ഞ് യഥാർത്ഥമായ അവസ്ഥയിലേക്ക് ഗുരു നയിക്കുമ്പോ, പരമാർത്ഥം പറഞ്ഞ യഥാർത്ഥമായ അവസ്ഥയിലേക്ക് ഗുരു നയിക്കുമ്പോൾ, ഇതെല്ലാം എന്റെ കൂടെ ഇരുന്നാലേ പറ്റൂ എന്ന് തീരുമാനിച്ചാൽ, ഇതെല്ലാം എന്റെ കൂടെ ഇരുന്നാലേ പറ്റൂ എന്ന് തീരുമാനിച്ചാൽ അവിടെ ഇത് പൂർണ്ണമാക്കാൻ പറ്റുകയില്ല. അതായത് പൂർണ്ണമാക്കാൻ പറ്റുകയില്ല. ഇപ്പൊ ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടി ഒരു ശാസ്ത്രജ്ഞനെ ഒരുക്കി എടുക്കുകയാണ് ശാസ്ത്രലോകം. ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടി ഒരു ശാസ്ത്രജ്ഞനെ ഒരുക്കി എടുക്കുക. അപ്പൊ അതിന് പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിന് പ്രത്യേക സംവിധാനങ്ങൾ, അതിനകത്ത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുണ്ട്, അതിനകത്ത് ഉപയോഗിക്കുന്ന വസ്ത്രം, അവിടെ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് ഉണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ്, അവിടെ ചെന്നാൽ അവര് നിൽക്കുന്ന നിലയും അതിന്റെ നടത്തിപ്പും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ശരീരത്തിനെ രൂപപ്പെടുത്തി എടുക്കുവാനുള്ള ചില പ്രത്യേക ചികിത്സാ രീതികളുണ്ട്. അവിടുത്തെ നിലയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ശരീരത്തിനെ എടുക്കുവാനുള്ള പ്രത്യേക ചികിത്സാ രീതികൾ. ശരീരഭാരം കുറയ്ക്കുക, ശരീരഭാരം കുറയ്ക്കുക, ഈ ആയാസമില്ലാതെ മുകളിൽ ഇങ്ങനെ പറന്നു നിൽക്കുന്ന പോലെ നിൽക്കുന്ന അവസ്ഥയിൽ എങ്ങനെ അവിടെ നിൽക്കണമെന്ന് പരിശീലിപ്പിക്കുക. ആയാസമില്ലാതെ ഇങ്ങനെ പറന്നു നിൽക്കുന്ന അവസ്ഥയിൽ എങ്ങനെ അവിടെ നിൽക്കണമെന്നുള്ളത് പരിശീലിപ്പിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും പരിശീലിപ്പിച്ചാണ് ഒരു ശാസ്ത്രജ്ഞനെ ഒരുക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളും പരിശീലിപ്പിച്ചാണ് ഒരു ശാസ്ത്രജ്ഞനെ ഒരുക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരുക്കി ഇങ്ങനെ വരുമ്പോ ആ ശാസ്ത്രജ്ഞൻ പറയുകയാണ്, ഞാൻ സാധാരണ എന്റെ കൈ കൊണ്ട് കിടക്കുന്ന ഈ ബാഗ് ഇതും കൂടെ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഞാൻ എവിടെ പോയാലും ഈ ബാഗ് എന്റെ കൈ വെച്ചോക്കെ ഇതുകൂടെ ഒന്ന് ഇരുന്നോട്ടെ എന്ന് തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമാണോ? അത് നടക്കുകയില്ല. ആ യാത്ര മുടങ്ങിപ്പോവും, ആ മഹാഭാഗ്യം ഇല്ലാതായി പോകും. അതുകൊണ്ട് നിത്യാനന്ദ രാജ്യത്തിലേക്ക് ചേർക്കപ്പെടുവാൻ വേണ്ടി നിത്യാനന്ദ സമ്പൂർണ്ണൻ നിങ്ങളിലേക്ക് സത്യം ഉപദേശിച്ച് പരിശീലിപ്പിക്കുകയാണ്. ആ പരിശീലനത്തിൽ നിങ്ങൾ പൂർണ്ണമായി ബന്ധിക്കണം. ബന്ധിച്ചില്ലെങ്കിൽ ആ രാജ്യത്തിലേക്ക് ചേർക്കപ്പെടുകയില്ല. കാരണം അതിന്റെ പടികളിലൂടെ കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് കളകളങ്കമെല്ലാം 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 നിഷ്കളങ്കനാകാരിൽ കളിയാടട്ടെ. നിഷ്കളങ്കനാകാരിൽ കളിയാടട്ടെ. നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരു പരമാർത്ഥം പറയുകയാണ്, പരലോകയെ ചേർക്കുവാൻ വേണ്ടി. അപ്പൊ അതാണ് നമ്മൾ സ്വായത്തമാക്കേണ്ടത്. അപ്പോ പരമാർത്ഥം പറയാൻ ആരേ ഉള്ളൂ? പരമാത്മാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് താൻ എന്ത് തീരുമാനിച്ചു? ലോകാന്ത്യം വരെ ഇത് പറയുവാനായി ലോകത്തിൽ വാഴുവാൻ തീരുമാനിച്ചു. ഇന്ന് പല ആളുകൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ശരീരമാറ്റം എന്ന് പറയുന്നത്. ചില മാധ്യമങ്ങളിലൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, ഒരു മനുഷ്യൻ ഒരിക്കലും ദൈവമാകാൻ പറ്റുകയില്ല. നിങ്ങളൊക്കെ എന്തിനാ ഇതിന്റെയൊക്കെ പുറഞ്ഞു പോകുന്നത്? ഒരു മനുഷ്യന് ഒരിക്കലും ദൈവമാകാൻ പറ്റുകയില്ല, അവരുടെ പ്രഖ്യാപനമാണ്. അപ്പൊ അവന്റെ പൂജാമുറി വെച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും ബുദ്ധന്റെയും ഒക്കെ പടം. അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ പ്രാധാന്യമാണ്. അതിനേ ഉള്ളു പ്രാധാന്യം. മരിക്കുന്നത് വരെ ഇതിനൊന്നും യാതൊരു പ്രാധാന്യമില്ല. പക്ഷേ ശുഭാനന്ദ ഗുരു മരിച്ചില്ല, ശുഭാനന്ദ ഗുരു മറഞ്ഞില്ല.
അസ്തമിക്കുന്നു. വീണ്ടും ഉദിക്കുന്നു, വീണ്ടും അസ്തമിക്കുന്നു, വീണ്ടും ഉദിക്കുന്നു, വീണ്ടും അസ്തമിക്കുന്നു. വീണ്ടും ഉദിച്ചതാ പ്രകാശിച്ചു വാഴുന്നു. വീണ്ടും ഉദിച്ചതാ പ്രകാശം. അതാണ് നമ്മൾ പാടുന്നത്. ഉദയം ചെയ്തോരുടയവനെ ഉന്നത ഭാഗ്യം തന്നവനെ. ഉദയം ഉദയം ചെയ്തോരുടയവനെ ഉന്നത ഭാഗ്യം തന്നവനെ. ഉദയം ഇഹപരലോകമടക്കി വാഴും ഉന്നത രൂപ കൈതൊഴുന്നേ. ഇഹപരലോകം അടക്കി വാഴും ഉന്നത രൂപ കൈതൊഴുന്നേ. ഉന്നതനാകുന്ന ഗുരു ആ ഉദയം ചെയ്തു വാഴുകയാണ്. അത് തനിക്ക് അനുയോജ്യമായ ഏത് വസ്തുവിലേക്കും പ്രകാശിപ്പിക്കുവാനും പ്രകാശിക്കുവാനും കഴിയും. ആ അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ നോക്കി ആരും മുഖം ചുളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം തന്റെ തീരുമാനങ്ങളെ എതിർക്കുവാനോ അല്ലെങ്കിൽ അതിനെ മുടക്കുവാനോ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം സർവ്വലോകത്തെയും ഉളവാക്കിയ സമ്പൂർണ്ണ ജ്ഞാനമാണ് സമ്പൂർണ്ണാവതാരമായി വന്ന് കലിയുഗത്തിൽ വാഴുന്നത്. ഇത് ആത്മാവിലൊന്ന് ബോധ്യപ്പെടുത്തുവാനാണ് ഈ പരമാർത്ഥം പറയുന്നത്. ആത്മാവ് ഇതാ വിവിധ ദേഹങ്ങളിൽ കൂടി ഇവിടെ നിറഞ്ഞു നിലകൊള്ളുകയാണ്. ഒരേ ഒരു ആത്മാവേ ഉള്ളൂ, പക്ഷേ പല പാത്രങ്ങളിലായി പോയി എന്ന് മാത്രം. ആ ഒരു ജലാശയത്തിലെ വെള്ളം നമ്മൾ വിവിധ പാത്രങ്ങളിൽ കോരി വെക്കുന്നത് പോലെ ഓരോ പാത്രങ്ങളിലും ഇങ്ങനെ ആത്മാവ് നിറഞ്ഞിരിക്കുകയാണ്. ഒന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോ കന്നാസിലിരിക്കുന്ന വെള്ളം കന്നാസിലെ വെള്ളം എന്ന് പറയും, കുടത്തിലിരിക്കുന്ന വെള്ളത്തിന് കുടത്തിലെ വെള്ളം എന്ന് പറയും. പക്ഷെ വെള്ളമെല്ലാം ഒരു ജലാശയത്തിലെയാണ്. ഇതുപോലെ ഒന്നിൽ നിന്നൊന്നായി പോരുന്ന സംഖ്യവും മറ്റൊന്നിൽ നിന്നുണ്ടോ തെല്ലുപോലും. തെല്ലുപോലും അങ്ങനെ എടുക്കാനില്ല. എന്തെങ്കിലും ഒന്ന് ദൈവത്തിൽ നിന്നല്ലാത്തത് എന്തെങ്കിലും ഒന്ന് എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ ലോകത്തിൽ ആ മാലിന്യങ്ങളിലേക്കും അജ്ഞാനങ്ങളിലേക്കും പോകാതെ ഇതിനെല്ലാം എന്തിനാണ് ലോകത്തിൽ നിലനിർത്തിയിരിക്കുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് ഇരുട്ടെന്തിനാണ് വെളിച്ചം എന്തിനാണ്, തിന്മ എന്തിനാണ് നന്മ എന്തിനാണ്, ദുഃഖം എന്തിനാണ് സുഖം എന്തിനാണ്, ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് ആ ആവശ്യമില്ലാത്തതിനെയൊക്കെ ഒഴിവാക്കി ആവശ്യമുള്ളതിനെ സ്വീകരിപ്പാൻ പഠിക്കുന്ന പഠിത്തമാണ് ആധ്യാത്മിക ജീവിതം. ആ ജീവിതം കൊണ്ട് മാത്രമേ ഗുരുവിനെ അറിയാൻ കഴിയുള്ളൂ. അങ്ങനെ ജീവിക്കുവാനും അങ്ങനെ കർമ്മിക്കുവാനും ഉന്നതനാകുന്ന ഗുരുവിന്റെ വസിപ്പിടമായി തീരുവാനും ഓരോ ആത്മാവിനെയും ഈശ്വരൻ ഒരുക്കുമാറാകട്ടെ. ആ അപ്രകാരം ജീവിതം ചെയ്ത് ഗുരുവിന്റെ പ്രസാദത്തിന് പാത്രീഭൂതനായി തീർന്ന ആ പരമഗുരുവരന്റെ 119ാമത് പൂരാടൻ ജന്മനക്ഷത്രമാണ് അടുത്തു വരുന്നത്. അതുപോലൊരു ശിഷ്യൻ അതിനുശേഷം ഉണ്ടായിട്ടില്ല. ആ അതാണ് അതിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. ആ അതുപോലെ ഗുരുവിനെ പരിപാലിച്ചവർ, പൂജ ചെയ്തവർ, പാദസേവ ചെയ്തവർ ലോകത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും ഇനി സാധിക്കുമോ എന്ന് പോലും നമുക്ക് സംശയം തോന്നത്തക്ക വിധമാണ് ആ പൂജകൾ നടത്തപ്പെട്ടത്. ആ കാരണം അത്രമേൽ സമർപ്പണത്തോടുകൂടിയാണ് ആ ജീവിതം നടത്തപ്പെട്ടത്. അങ്ങനെയുള്ള ആ പൂജിച്ച് പൂജിച്ച് പൂജാവിഗ്രഹമായി തീർന്ന ആ പുണ്യപുരുഷന്റെ ആ ജന്മനക്ഷത്ര മഹോത്സവം ഉന്നതമായി അതിശ്രേഷ്ഠമായി നടത്തപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് കൈയടിച്ചു കേട്ടാക്കൊള്ളാം.
നമുക്ക് ഒത്തുചേർന്നത് ആഘോഷിക്കാം. 144ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവത്തിന്റെ മഹാവിളംബരമായി തീരത്തക്ക വിധം പുണ്യപൂരാടം ആനന്ദോത്സവമായി നടത്തപ്പെടട്ടെ. അതിനെ ഉള്ളും പുറവുമായ എന്തെല്ലാം ആവശ്യമുണ്ടോ, എന്തെല്ലാം ഒരുക്കങ്ങൾ ആവശ്യമുണ്ടോ, അതെല്ലാം എന്റെ സന്താനങ്ങൾ വന്നു ചേർന്നെല്ലാം ഒരുക്കിക്കൊള്ളുക. നിങ്ങൾ തന്നെ അത് നടത്തിക്കൊള്ളുക, നിങ്ങൾ തന്നെ അത് അനുഭവിച്ചുകൊള്ളുക. നിങ്ങളിൽ തന്നെ ഈ ആനന്ദം അനുഭവമാകുമാറാകട്ടെ. അങ്ങനെ ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന എന്റെ സന്താനങ്ങളിൽ ആനന്ദം ദാനം ചെയ്യുവാൻ ഞാനിതാ ഇവിടെ പ്രത്യക്ഷമായി നിലകൊള്ളുകയാണ്. അത് ആ ആനന്ദാനുഭവം ഏവരിലും ഉണ്ടാകുമാറാകട്ടെ. അതുപോലെ 10 ദിവസത്തെ ഉന്നതമായ ആഘോഷത്തോടുകൂടി നടത്തപ്പെടുന്ന ചെറുകോൽ പൂരം എന്ന് ഇപ്പോൾ ലോകഖ്യാതി നേടിയിട്ടുള്ള ശുഭാനന്ദ പൂരം ഉന്നതവും അതിശ്രേഷ്ഠവുമായി ആനന്ദോത്സവമായി നടത്തപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. കലിയുഗത്തിൽ ഒറ്റ അവതാരമേ ഉള്ളൂ. അതാണ് ശുഭാനന്ദാവതാരം. ആ അവതാരം സംഭവിച്ച സുദിനമാണ് പുണ്യപൂരം. അതുകൊണ്ട് നമുക്ക് ഒത്തുചേർന്ന് ആഘോഷിക്കാം. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ, തിരുവവതാര സുദിനമിത തന്നിഷ്ടപ്രകാരം പറ്റുകയില്ല. എന്റെ ഗുരുവിന്റെ ജന്മദിനമാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന പോലെ അങ്ങ് ചെയ്യണമെന്ന് തീരുമാനിച്ച് നടക്കുന്ന കാര്യമല്ല. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. അതാണ് ശുഭാനന്ദ പൂരത്തിന്റെ പ്രത്യേകത. നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും പ്രത്യേകത അത് തന്നെയാണ്. എന്താണു കൽപ്പന ആയതു പാലിക്കാൻ ഞങ്ങൾ ഒരുങ്ങുന്നു സദ്ഗുരുവേ. ആ കൽപ്പനയ്ക്കാണ് പ്രാധാന്യം. എന്താണോ അറിയിച്ചിരിക്കുന്നത് ആ അറിവിനനുസരിച്ച്. ഇപ്പോൾ നമ്മുടെ മോഹൻ തമ്പി എന്ന് പറയുന്ന ഒരു പുതിയ ഭക്തൻ നമുക്ക് വരുന്നുണ്ടല്ലോ. അദ്ദേഹം ഇന്ന് എന്നോട് ചോദിച്ചു, ഈ ആരാധനാക്രമം ലോകത്തിലേക്ക് സ്ഥാപിച്ചത് ഏത് ശരീരവാഴ്ചയിലാണ്? കാരണം ഇതിന്റെ ആ നടത്തിപ്പും ഇതിന്റെ കാര്യങ്ങളും കണ്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഹൃദയസുഖം കൊണ്ട് ചോദിക്കുകയാണ്, ഇത് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. എന്താണ് കാരണം? ഇത് സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് പാസാക്കിയ നിയമമിതു മറക്കരുതേ. സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് പാസാക്കിയ നിയമമിതു മറക്കരുതേ.
അനുപമമായ സുഖം അനുഭവിക്കാം. ഉപമിക്കാനാകാത്ത സുഖം അനുഭവിക്കാം. എങ്ങനെയാണെങ്കിൽ സർവശക്തി പ്രത്യക്ഷമായി വന്ന് അറിയിച്ച അറിവുകളെ അതേ നിലയിൽ പാലിച്ചാൽ. അപ്പൊ നമ്മുടെ കർമ്മങ്ങളിലെല്ലാം ഈ ആനന്ദാദി സുഖം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം സ്ഥാപിച്ചതായതുകൊണ്ടാണ്. അല്ലാതെ എങ്ങും ഇങ്ങനെ ഒരു സുഖം ആർക്കും ലഭിക്കുകയില്ല. അതുകൊണ്ട് സുഖസമ്പൂർണനാകുന്ന ഗുരുനാഥൻ അറിയിച്ച അറിവിൽ കൂടി അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. അഖണ്ഡ ജ്യോതിസായി ഉദിച്ചു പ്രകാശിക്കുന്ന പരമാത്മരൂപത്തെ, സത്യശുഭാനന്ദ ചൈതന്യ രൂപത്തെ ഓരോ ഹൃദയാന്തരംഗങ്ങളിലും എഴുന്നള്ളിച്ച് നിലനിർത്തിക്കൊണ്ട് പൂരമാഘോഷിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആനന്ദപൂരം ആഘോഷിക്കപ്പെടട്ടെ. പ്രകൃതി പ്രപഞ്ചങ്ങൾ അതിനായി ഒരുങ്ങട്ടെ. സർവലോകങ്ങളും അതിനായി ഒരുങ്ങട്ടെ. എന്റെ ദേവീദേവന്മാരും ദൂതപരമ്പരകളും ഒരുങ്ങട്ടെ. ഭക്തലോകം ഒരുങ്ങട്ടെ. രാജ്യരാജ്യാന്തരങ്ങളായ ഒരുക്കങ്ങൾ നടക്കട്ടെ. ദേശദേശാന്തരങ്ങളായ ഒരുക്കങ്ങൾ നടക്കട്ടെ. ഭക്തഭവനങ്ങൾ ഒരുങ്ങട്ടെ. ശാഖാ സന്നിധാനങ്ങൾ ഒരുങ്ങട്ടെ. അങ്ങനെ സർവവും ഒരുക്കപ്പെടട്ടെ. സർവശക്തി എഴുന്നള്ളിയുന്നുകൊണ്ട് പൂരം ആഘോഷിക്കട്ടെ. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം നമുക്ക്. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം. പൂരം പൂരം നക്ഷത്ര ദിനം. പൂരം നക്ഷത്ര ദിനം ഭക്തരിൽ തുള്ളിക്കളിച്ചാനന്ദിച്ചാറാടുന്ന ഭക്തപ്രിയന് ഭൂവിൽ ഗാനമായി വന്ന ദിനം. ദിനം പൂരം നക്ഷത്ര ദിനം പുണ്യദിനം നമുക്ക്. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം. പൂരം നക്ഷത്ര ദിനം പൂരം നക്ഷത്ര ദിനം പുണ്യദിനം നമുക്ക്. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം. പൂരം നക്ഷത്ര ഓ ജഗദീശ്വരാവതാര സുദിനം അത് ആഘോഷിക്കുവാൻ എല്ലാം ഒരുക്കപ്പെടട്ടെ. എല്ലാ സന്താനങ്ങളും ഇവിടെ നടക്കുന്ന കർമ്മങ്ങളിലെല്ലാം വളരെ ശ്രദ്ധയോടും അറിവോടും കൂടി വന്ന് ബന്ധപ്പെടുവാൻ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അറിവുകേട് ഒരു കാരണവശാലും ഈ കർമ്മങ്ങളിൽ വന്ന് ബന്ധിക്കാൻ ഇടയാകരുത്. അതൊരു കാരണവശാലും ഗുരു ക്ഷമിക്കുന്നതല്ല. ചിലർക്കൊരു ധാരണയുണ്ട്, എന്ത് കാര്യം എന്ത് വൃത്തികേട് കാണിച്ചാലും, എന്തെല്ലാം അക്രമങ്ങൾ കാണിച്ചാലും, എന്തെല്ലാം അനീതികൾ കാണിച്ചാലും ഭഗവാൻ ക്ഷമയുടെ മൂർത്തിമത് ഭാവമല്ലേ, അങ്ങ് ക്ഷമിച്ചാൽ പോരെ എന്നൊരു ധാരണയുണ്ട്. അത് സത്യമാണ്. ക്ഷമയുടെ മൂർത്തിമത് ഭാവമാണെന്നുള്ളത് സത്യമാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വളർത്തിയ കാലത്ത് ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ ശിക്ഷിക്കാറുണ്ടായിരുന്നല്ലോ. അത് നിങ്ങളോട്
സ്നേഹമില്ലാത്തത് കൊണ്ടോ നിങ്ങളോട് വൈരാഗ്യം ഉള്ളത് കൊണ്ടോ ആണോ? അത് നമ്മളോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ നമ്മളോട് വൈരാഗ്യം ഉള്ളതുകൊണ്ടോ? അല്ല, നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകാതെ നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരണമെന്നുള്ള അവരുടെ ഉത്ബോധം കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്നുവിടാതെ നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരണമെന്നുള്ള അവരുടെ ഉത്ബോധം കൊണ്ടാണ് ആ സ്നേഹമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. സ്നേഹമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയോ ആ വിധത്തിൽ ആ മോശമായ അന്തരീക്ഷത്തിൽ പോവുകയോ ചെയ്താൽ ശിക്ഷയുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുകയോ അതുപോലെ മോശമായ അന്തരീക്ഷത്തിൽ പോവുകയോ ചെയ്താൽ പലരെ കൊണ്ട് ദുഷി പറയിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എന്റെ സന്താനങ്ങൾ പോകാൻ പാടില്ല. മാതൃകാപരമായ ജീവിതം ചെയ്യണം. ഉപയോഗിക്കുന്ന ഭാഷയിൽ സഭ്യമായ ഭാഷകൾ ഉപയോഗിക്കണം. അത് സ്ത്രീകൾ പുരുഷന്മാരോടായാലും പുരുഷന്മാർ സ്ത്രീകളോടായാലും, അതല്ല ഇനി പരസ്പരമായാലും, ആ പുരുഷന്മാർ പുരുഷന്മാരോടും സ്ത്രീകൾ സ്ത്രീകളോടുമായാലും, ആരെവിടെ എങ്ങനെ ഇടപെട്ടാലും ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുന്ന ആത്മാക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ സഭ്യമായ ഭാഷകളെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഈ മാധ്യമങ്ങളിലൂടെ പലവിധത്തിലുള്ള ഗോനാബീച്ചുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ദ്വയാർത്ഥമുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ചിരി വാങ്ങിക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ സന്താനങ്ങൾ തമ്മിൽ ഇടപെടുമ്പോൾ അതൊന്നും പറയാൻ പാടില്ല. അങ്ങനെയുള്ള ജീവിതമല്ല നമ്മൾ നയിക്കേണ്ടത്. നമ്മൾ ദൈവത്തിന്റെ മക്കളായി ലോകത്തിൽ ജീവിതം ചെയ്യുകയാണ്. ദൈവ തൃക്കരങ്ങളാൽ ഈ ലോകത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് പ്രത്യേക സംഘമായി നിലകൊള്ളുകയാണ്. അതൊരിക്കലും മറന്നു പോകരുത്. ആവശ്യമില്ലാത്ത ഭാഷാപ്രയോഗങ്ങളൊന്നും തമ്മിൽ നടത്തരുത്. മനസ്സിനെ ഹനിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. വളരെ സൗഹൃദമായും സഹോദരത്തോടു കൂടിയും വേണം എല്ലാ കാര്യങ്ങളും ഇടപെടുവാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സ്ഥലത്തായാലും ഇനി മുതിർന്നവർ മാത്രമുള്ള ഭവനങ്ങളിലായാലും സഭ്യമായ വളരെ സഭ്യമായ ഭാഷകൾ മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പൊ ആവശ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിചാരിതമായ ഒരു സുഹൃത്ത് കയറി വന്നാൽ അപ്പൊ അവരെന്താ വിചാരിക്കുന്നത്? ഇവര് ആശ്രമത്തിന്റെ പേര് പറയുന്നേ ഉള്ളൂ, ഇവരെല്ലാം കൂടെ തമ്മിൽ അസഭ്യം പറയുകയാണ്. അപ്പൊ അവരാരെയാ ചിന്തിക്കുന്നത്? ഗുരുവിനെയാ ചിന്തിക്കുന്നത്. ഗുരുവിനെയാണ് അവർ വഴി പറയുന്നത്. അതിനിടയാക്കരുത്. സത്യധർമാദികളിൽ കൂടി നിത്യജീവിതം ചെയ്തു പോകുവാൻ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ അണിയണിയായി ചേർന്ന് നിരനിരയായി കർമ്മിച്ച് ഉന്നതമായി പൂരം ആഘോഷിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വേണ്ടതെല്ലാം പ്രകൃതിയിൽ കൂടി ഒരുക്കി നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഒത്തുചേർന്ന് നമുക്ക് ആഘോഷിച്ച് ആനന്ദിക്കാം. ഇന്നേ ദിവസം ഈ ആരാധനയിൽ വന്നു ചേർന്നിരിക്കുന്ന 2 ദിവസം മുമ്പേ വന്നവരും ഈ കൂട്ടത്തിലുണ്ട്. സമാധി ദിനാചരണവും ഈ ആരാധനയും കഴിഞ്ഞ് വീട്ടിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെ വന്നിരിക്കുന്ന എല്ലാ സന്താനങ്ങളെയും ഞാൻ ഇത് ആളാമ്പ്രതി ദർശിക്കുകയാണ്. നേർച്ച കാഴ്ചകളെ സ്വീകരിക്കുന്നു. സർവാത്മാക്കളെയും ദർശിക്കുന്നു. ഉന്നതമായ കർമ്മങ്ങൾ ലോകത്തിൽ നടത്തുവാനുണ്ട്. താരാസ്തുതി മഹായജ്ഞം നടക്കാനുണ്ട്. ശാഖാശ്രമ വാർഷികങ്ങൾ നടക്കാനുണ്ട്. ഈ വരുന്ന 31-ാം തീയതി പൂരം പക്കനാൾ ദിനത്തിൽ 3 ശാഖാശ്രമങ്ങളുടെ വാർഷികം നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ 1-ാം തീയതി ശാസ്താംകോട്ട ശാഖാശ്രമ വാർഷികം നടക്കുകയാണ്. 3-ാം തീയതി വയനാട് ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 7-ാം തീയതി കാസർഗോഡ് ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 3 വാർഷികം പറഞ്ഞത് ഒന്ന് നമ്മുടെ സമീപ പ്രദേശമായ കുന്നം ശാഖാശ്രമത്തിലാണ്. 2 മുണ്ടിയരിമ ശാഖാശ്രമമാണ്. 3 നിലമ്പൂർ ശാഖാശ്രമമാണ്. എല്ലാം ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
പൂർത്തീകരിക്കുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. അതുപോലെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു 2 ശാഖാശ്രമങ്ങളിൽ. അതുപോലെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു 2 ശാഖാശ്രമങ്ങൾ. പാമ്പാടിയിലും കവിയൂരും ആശ്രമ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാമ്പാടിയിലും കവിയൂരും ആശ്രമ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. വേണ്ടതെല്ലാം അവിടെ എത്തിച്ച് വേണ്ടതെല്ലാം അവിടെ എത്തിച്ച് ഉന്നതമായത് പൂർത്തീകരിക്കുവാൻ ജഗദീശ്വരന്റെ കാരുണ്യമുണ്ടാകട്ടെ. ഉന്നതമായത് പൂർത്തീകരിക്കുവാൻ ജഗദീശ്വരന്റെ കാരുണ്യം നമ്മുടെ ഈ അവതാര കർമ്മക്ഷേത്രത്തിന്റെ മുൻപിലായി തിരുവോതാര കർമ്മക്ഷേത്രത്തിന്റെ മുമ്പിലായി പണിതുയർത്തുന്ന ഉന്നതമാകുന്ന വിളംബര ഗോപുരം ഉന്നതമാകുന്ന വിളംബരം അതിന്റെ എല്ലാ ചൈതന്യത്തോടും കൂടി പൂർത്തീകരിക്കപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ചൈതന്യത്തോടും കൂടി പൂർത്തീകരിക്കപ്പെടുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, വേണ്ടി ധനം മുടക്കുന്നവരെ, അതിനുവേണ്ടി യത്നിക്കുന്നവരെ എല്ലാവരുടെയും നന്മയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതമായതിന്റെ ആ പൂർണ്ണരൂപത്തെ ഒരു ഹൃദയത്തിലേക്ക് പകർത്തി ആത്മദീപമായി നിലനിർത്തിക്കൊണ്ടാണ് ഇതിന്റെ കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടുകൂടി കരുതണമേ എന്നുറ്റു പ്രാർത്ഥിക്കാം. അതുപോലെ രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഉന്നതന്റെ മഹാതൃക്കരങ്ങളാൽ പൂർത്തീകരിച്ച് ദാനം ചെയ്യുമാറാകട്ടെ. മഹാശക്തിയുടെ മഹനീയമായ ഒരു ദർശനം ആ യുദ്ധരംഗത്തേക്കൊന്നുണ്ടാകുവാൻ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. യുദ്ധം അവസാനിക്കട്ടെ, യുദ്ധം അവസാനിക്കട്ടെ, യുദ്ധം അവസാനിക്കട്ടെ. ലോകം ശാന്തിയിൽ നിലകൊള്ളുമാറാകട്ടെ. ശാന്തിയും സമാധാനമുള്ള ഒരു ലോകം ആത്മലോകത്തിനായി ഭഗവാൻ ദാനം ചെയ്യുമാറാകട്ടെ. അതിനെല്ലാമായി മഹാശക്തി പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. വീണ്ടും വന്ന് കാണും വരെ ഈ ആനന്ദം നിങ്ങൾ നിലനിർത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാത്തിനുമായി മഹാശക്തി നിറഞ്ഞു വാഴുമാറാകട്ടെ. സർവശക്തിയുടെ നിറഞ്ഞ വാഴ്ച എന്നും നിങ്ങൾക്ക് അനുഭവമാകുമാറാകട്ടെ.